കേരളത്തിൻ്റെ 12 ജില്ലകളിൽ നിന്നായി 1007 പേരെ രജിസ്റ്റർ ചെയ്തു. 49 കുട്ടികൾ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചു. പാപിയും ദോഷിയുമായിരുന്ന എന്നെ തേടി വന്ന് രക്ഷിച്ച കർത്താവായ യേശുവിനെ അംഗീകരിച്ചതുകൊണ്ടാണ്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ ഉപദേശിക്കുന്നു. Lord, let your name be glorified. കർത്താവിന്റെ നാമത്തിൽ ഉപയോഗിക്കപ്പെടട്ടെ. Let your mighty power be released upon him. തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങുകയാണ്. അവിടെ ദൈവത്തിന്റെ ഒരു സിദ്ധിയാണ് ദൂതൻ. അവിടെ ഊരി പിടിച്ച തീയുടെ വാളുമായി നിങ്ങൾ നിൽക്കുകയാണ്. ഏതാൽ ഈ തോട്ടത്തിൽ വരാൻ പാടില്ല. നല്ലൊരു സെലിബ്രിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഓടി വന്നിവിടെ നിൽക്കും. ഫോട്ടോ എന്ന് പറയുന്നില്ലേ? യേശു ഇത്തിരി ഫേമസ് ആയിരുന്നില്ലേ? നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ കരയുമെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് വ്യർത്ഥമാകുകയില്ല. ചെറുപ്രായത്തിലുള്ള കുറെ പേര് ദൈവരാജ്യത്തിന് ആദായമായി മാറണം. തലമുറകൾ ദൈവഭയമില്ലാതെ പോകുന്നത് ദൈവത്തോടും ശുശ്രൂഷയോടും ഒന്നും അവർക്ക് താല്പര്യമില്ലാതെ പോകുന്നതിൻ്റെ അകത്ത് വലിയൊരു ഉത്തരവാദിത്തം മാതാപിതാക്കളായിരിക്കുന്ന നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃകയ്ക്കകത്താണോ എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഏറ്റവും അധികം ശോധന ചെയ്യേണ്ടുന്നതായിട്ടുള്ള ഒരു വിഷയമായിരിക്കുന്നു അത്. സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ടും വിസയും ലഭിച്ചിരിക്കുന്നവരാണ് നമ്മൾ. ഒരു ഫീൽഡാണ് കോമ്പറ്റീവ് എക്സാമിനേഷൻ. ഗവൺമെന്റ് ജോബ്സ് ധാരാളം ഉണ്ട്. കേരളത്തിലെ PSC അതുപോലുള്ള ബാങ്കിങ് സെക്ടർ ധാരാളം ഗവൺമെന്റ് ജോബുകൾ അവൈലബിൾ ആണ്. ലോകത്തിലെ കോർപ്പറേറ്റുകൾക്കും MNCകൾക്കും ഇൻഫോ പാർക്കിനും ടെക്നോ പാർക്കിനും അല്ലെങ്കിൽ എന്താ പറയുന്നത് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മാത്രം ബെസ്റ്റ് ട്രെയിനർ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. ബെസ്റ്റ് ട്രെയിനർ നിങ്ങളുടെ ലൈഫിന്റെ കൂടെ ഉണ്ട്. ആ ട്രെയിനറിന്റെ പേരാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്തേ. വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാ ദൈവമക്കളും ആ കരങ്ങളെ തട്ടി എന്നിട്ട് 13-ാമത്തെ വയസ്സിൽ യഹൂദരോട് പറയാം, നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുവന്ന് നിങ്ങൾ ദൈവത്തിന് തന്നെ കൊടുക്കണം. ആ ദൈവത്തിന് കൊടുക്കുമ്പോൾ തുടർന്ന് 13-ാമത്തെ വയസ്സ് തൊട്ട് ആ കുഞ്ഞിന്റെ അപ്പൻ ദൈവമായി. നിങ്ങൾ 1 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വെച്ചാണ് തോന്നുന്നത്. എന്താ വായിക്കുന്നത്? ഹോവയായ ദൈവം പറയുന്ന വാക്ക് പത്രോസ് കോട്ട് ചെയ്യുക, ആവർത്തുന്നത്. I am holy, you be holy. നല്ല നിലത്ത് ഉഴുന്നത് പോലെ കാണാനുണ്ട്, അറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ബൈബിൾ നമ്മുടെ ആയുധമാണ്. സ്നേഹത്തിൻ ദൂരത്തിലുണ്ട്.
ജീവിതത്തിൽ ഏതെല്ലാം തുറകളിൽ പോയാലും ആത്മീയ ആരാധനയും ദൈവവചനം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ, തലമുറകളെ പഠിപ്പിക്കുവാൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനിടയാകട്ടെ. നിങ്ങൾ ദൈവവചനം പഠിക്കുന്നത് കൊണ്ട് അറിവല്ല വർദ്ധിക്കേണ്ടത്, സ്വഭാവ രൂപാന്തരമാണ് സംഭവിക്കേണ്ടത്. ദൈവത്തിന്റെ സാന്നിധ്യം ഈ ക്യാമ്പിന്റെ ആരംഭം മുതൽ അവസാന നിമിഷം വരെ പകർന്നു തന്ന സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കൂട്ടുകാരൻ, നല്ലൊരു കൂട്ടുകാരൻ, കൂട്ടുകൂടാനിടങ്ങിയ കൂട്ടുകാരൻ. കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ, ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.